മക്കളെ, അപ്പം നമ്മളുടെ എക്സാം ടൈം ഇതേ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി എല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും. ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മളിനി എക്സാം എഴുതാനുള്ള പ്രിപ്പറേഷനിലും അതിൻ്റെ റിവിഷനിലും ആയിരിക്കും. ആണോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം കുറച്ച് ആൾക്കാരെങ്കിലും ഞാൻ ആ അവസ്ഥയിലാണോ, ഞാനിതുവരെ റിവിഷൻ ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയോ, ഇങ്ങനൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. ആ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കുറച്ച് പിന്നിലാണ്. ഓക്കെ, കാരണം ഇതിപ്പോൾ നമ്മൾ ഓണം എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മുടെ ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ഓൾറെഡി റിവിഷൻ ചെയ്യാം, ഇനി എക്സാം എടുക്കാം എന്ന് പറയുന്നൊരു മോഡിലാണ്. കാരണം നമുക്ക് ഇനി അതിനുള്ള സമയമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒരുപാടായിരിക്കും. കാരണം മക്കളെ, ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതോറും നമുക്ക് സമയമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയമില്ലാതാകുമ്പോഴൊരു പ്രശ്നം എന്താ, നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ മോട്ടിവേറ്റഡ് ആയാലും നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് സമയം ഉണ്ടാവില്ല. ഓക്കെ, അത് മാത്രമാണോ, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഓർമ്മയുണ്ടാവുന്ന ഉറപ്പുണ്ടോ? ആൻഡ് അതുമല്ല, ഇതൊന്നും പഠിക്കാൻ സമയമില്ല, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ആ എക്സാം ടൈമിലുള്ള ടെൻഷനും പ്രഷറും സ്ട്രെസ്സും എത്രത്തോളമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല ആക്ച്വലി അല്ലേ. ഈ പ്രഷർ എടുത്ത്, ഈ ഒരു ടെൻഷൻ എടുത്ത്, ഈ സ്ട്രെസ് എടുത്ത് നമുക്ക് ഉറക്കവും ഇല്ല, നമ്മുടെ ഹെൽത്തും മോശമാക്കി എന്തിനാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ചു തുടങ്ങണം അല്ലേ. ഇനിയിപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നല്ല, നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പഠിക്കേണ്ട സമയമാണ്, നമ്മളിനി എക്സാംസ് എടുക്കേണ്ട സമയമാണ്, ഇനി നമ്മൾ റിവിഷൻ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, നിങ്ങൾ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഇനി നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, ഈ ടെൻഷനൊക്കെ ആയിരിക്കും. ഈ ഒരു ടെൻഷൻ, ഈ ഒരു പ്രഷറിൽ നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യുമ്പോഴൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതായിരിക്കും ഓർമ്മ വരിക അല്ലേ. അതുമല്ല, നമുക്കിനി എക്സാം എഴുതി കഴിഞ്ഞ് നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പോൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലെ, ഒരു ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്തായിട്ട് പോകാം. എന്താണ് ആ ചെറിയ കാര്യം? പഠിക്കുക അല്ലേ. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നിലായിട്ടുണ്ട് അല്ലേ. കാരണം നമ്മുടെ ഇപ്പോൾ എക്സാമിൻ്റെ നമ്മുടെ ലാസ്റ്റ് ബാച്ച് പോലും നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ബാച്ച് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആ ബാച്ചിനും കൂടെ നമുക്ക് ഈ സ്റ്റഡി പ്ലാനൊക്കെ പറഞ്ഞ് തന്ന് ടൈം ടേബിളൊക്കെ തന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇനി ദിവസങ്ങളില്ല, ഇനി ദിവസങ്ങൾ അടുക്കുന്തോറും നിങ്ങൾക്ക് ടൈം ടേബിൾ നമുക്ക് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിനി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് നമ്മളത് ലാസ്റ്റ് ബാച്ചാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടും. ഓക്കെ, പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ രീതിയിലല്ല. നമുക്ക് ക്ലാസ്സുകൾ കണ്ട് ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന കാര്യം പറയുമ്പോൾ പല മക്കളും പലതുമാണ് പ്രിഫർ ചെയ്യുക. ചില ആൾക്കാർ പറയും ലൈവ് ക്ലാസ് കാണണം, ചില ആൾക്കാർ പറയും റെക്കോർഡഡ് ക്ലാസ് ആണ് താല്പര്യം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റയടിക്ക് ആ ക്ലാസ് കണ്ടു തീർക്കും. ചില ആൾക്കാരാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും കാണുക. അപ്പോൾ അവർക്ക് അവരുടെ സ്പീഡ് അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണാനും ഒക്കെ ഹെൽപ്പാവും. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇപ്പം നമ്മൾ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചസിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് ഈ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു ടൈം നിങ്ങൾ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. എക്സാം അടുത്തു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിരുന്ന് വായിക്കുകയല്ല വേണ്ടത്, നമ്മളത് വായിച്ച് മനസ്സിലാക്കി ആൻസർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആൻസർ കൊടുക്കാൻ നമുക്കൊരു ശീലം വരണം, എക്സാം എഴുതിയൊരു പ്രാക്ടീസ് ഉണ്ടാവണം. ഓക്കെ, അതല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുമായിരിക്കും, പക്ഷേ അതെന്താണ് ആ ക്വസ്റ്റ്യൻ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അത് മാത്രമല്ല, ചില മക്കൾ പറയാറുണ്ട് സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത്? നമ്മൾ എക്സാംസിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടാവും, 2 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടാവും, 3 മാർക്കിനുള്ളതുണ്ടാവും, ചിലപ്പോൾ 4 മാർക്കിനുള്ളതുണ്ടാവും. അപ്പം നമുക്കിത് എക്സാം എഴുതി പരിചയമില്ലാതെ ആവുമ്പോൾ 1 മാർക്കിന് നമ്മൾ എസ്സേ എഴുതും, ലാസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റിന് നമുക്ക് എഴുതാൻ സമയം കിട്ടില്ല. എന്ത് എഴുതണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് എഴുതണം, നമുക്ക് എക്സാം എഴുതിയൊരു പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാകും, ദെൻ നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, ഒരു എക്സാം എങ്ങനെ എഴുതണം, മാർക്ക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും, ഇതിനു കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ലേറ്റ് ആവാതിരിക്കാം. അപ്പോൾ മക്കളെ, ഇനി നമുക്ക് സമയമില്ല കളയാൻ. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മളുടെ എക്സാം വരുന്നുണ്ട്, ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, കാരണം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സുകളായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാമും എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം മിസ് തുടക്കത്തിൽ ആ ഒരു ചോദ്യം ചോദിച്ചപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇല്ല എന്നാണ് ആൻസർ കിട്ടിയതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എവിടെയാണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്, അവരവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യാതെ മണ്ടന്മാരായി പോകുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതിനിടവെക്കരുത്. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം, ക്ലാസ്സുകൾ കണ്ട് പഠിച്ച് ടെസ്റ്റ് എടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, ലാസ്റ്റത്തെ ആ ഒരു എക്സാം ഡേയ്സിൽ നമുക്ക് റിവിഷനാണ് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ടൈം പഠിത്തമല്ല. ഓക്കെ, ആ കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, എക്സാം എന്ന് ആലോചിക്കുമ്പോൾ പേടിയും ടെൻഷനും സ്ട്രെസ്സും അല്ല നമുക്ക് വേണ്ടത്, പകരം റിലാക്സേഷനാണ് വേണ്ടത്. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചൊരു കാര്യം നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ, ആ സന്തോഷത്തോടു കൂടി വേണം നിങ്ങൾ എക്സാം ഹാളിൽ പോകാൻ. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ച് ഒരു തവണയെങ്കിലും റിവിഷൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇരിക്കുന്നുണ്ടാവേണ്ടത്. ഓക്കെ, ആ അവസ്ഥയിലല്ല നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. എൻ്റെ കുട്ടികളുടെ എക്സാം ഏറ്റവും സ്മൂത്തായിട്ടും ഈസി ആയിട്ടും പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്.